യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്രത്തെക്കുറിച്ചും പ്രാദേശിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും മറ്റും ചർച്ചകൾ നടന്നു. ഒപ്പം US മുന്നറിയിപ്പ് ഇറാൻ നൽകിയ ഒരു ഇറാൻ പ്രതിരോധ സേനയുടെ മുന്നറിയിപ്പും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. US നാവിക ഉപരോധം തുടർന്നാൽ ശക്തമായ പ്രതിരോധമുണ്ടാകുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ്. ഇറാന്റെ സായുധ സേനയ്ക്ക് രാജ്യത്തിന്റെ പരമാധികാരം, അതിർത്തി, ദേശീയ താൽപ്പര്യങ്ങൾ എന്നിവ സംരക്ഷിക്കാൻ കൂടുതൽ ശക്തിയും സന്നദ്ധതയും ഉണ്ട് എന്നത് അമേരിക്ക തിരിച്ചറിയണം എന്നും ഇറാൻ സൈന്യത്തിന്റെ ആക്രമണശേഷി അമേരിക്കൻ സൈന്യം ഇതിനകം അനുഭവിച്ചിട്ടുണ്ട്, അതിനിയും തുടരും എന്നും ഉള്ള മുന്നറിയിപ്പാണ് അവരുടെ ഭാഗത്തുണ്ടാകുന്നത്. ഇതിനിടയിൽ ട്രംപ് കലിപ്പിലാണ്, സംശയമില്ല. നയതന്ത്ര മര്യാദകളുടെ ലംഘനമാണ് ഇറാൻ നടത്തിയത് എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. നമ്മുടെ കൈവശമാണ് എല്ലാ കാർഡുകളും, അവർക്കൊന്നും അതില്ല എന്നും പ്രതികരണം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ട്. പടക്കപ്പലുകളും ആയിരക്കണക്കിന് സൈനികരെയും ഞങ്ങൾ ഇനിയും അണിനിരത്തും, ഇറാനെ ഉപരോധിക്കും, സമാധാന നിർദ്ദേശം ലഭിക്കും വരെ അമേരിക്ക വെടിനിർത്തൽ നീട്ടിയിട്ടുണ്ട്. അതേത് നിമിഷവും അമേരിക്ക പിന്നോട്ട് പോയേക്കാം. വൻതോതിൽ സൈന്യ സന്നാഹം കൂട്ടുന്ന പശ്ചാത്തലമുണ്ട്. വിമാനങ്ങളടക്കം ഇസ്രായേൽ, നിരവധി ടാങ്കർ വിമാനങ്ങളടക്കം ഇസ്രായേൽ വിന്യസിച്ചു എന്ന റിപ്പോർട്ടുകളടക്കം പുറത്തു വരുന്നുണ്ട്. അതോടെ യുദ്ധഭീതി വീണ്ടും ഉണ്ടാവുകയാണ്. ആക്രമണം കടുപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചില ടാങ്കറുകൾ അമേരിക്കൻ സേന ഈ ആഴ്ച പിടിച്ചെടുത്ത പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നു. ഇന്ത്യ, മലേഷ്യ, ശ്രീലങ്ക എന്നിവയ്ക്ക് സമീപമുള്ള കടൽ മേഖലകളിൽ വെച്ച് 3 ഇറാനിയൻ കപ്പലുകൾ ഇതിനകം US ഷിപ്പിംഗ് സുരക്ഷാ വിഭാഗം പിടിച്ചെടുത്തു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. അതായത് ഒരു തരത്തിലുമുള്ള എണ്ണ ഉപഭോഗം സമ്മതിക്കില്ല ഇറാന്റെ ഭാഗത്തു നിന്ന് എന്നുള്ള നിലയിലേക്ക് തന്നെ അമേരിക്ക എത്തുന്ന സാഹചര്യം ഏറ്റവും നിർണായകമാണ്. USS വളരെ പ്രധാനപ്പെട്ട ഒരു കപ്പൽ ജോർജ് HW ബുഷ് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ മേഖലയിലുണ്ട്. അങ്ങനെ നിരവധി വിമാനങ്ങൾ, ഭീമൻ വിമാനവാഹന കപ്പലുകൾ എന്നിവ വിന്യസിച്ചുകൊണ്ട് ഈ മേഖലയിൽ വലിയ ഉപരോധങ്ങൾ ഘടിപ്പിക്കുകയാണ്. കാർത്തിക്ക് സംശയമില്ലാത്ത കാര്യമാണ്, ഇത് ഇറാനെ പൂർണ്ണമായും ഞെരുക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ട്രംപ് അതുപോലെ കലിപ്പിലാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ലോകരാജ്യങ്ങളുടെ എതിർപ്പൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇങ്ങനെ ചർച്ചകൾ തുടർച്ചയായി പരാജയപ്പെടുമ്പോൾ അടങ്ങിയിരിക്കാൻ ട്രംപിന്റെ അഭിമാനം സമ്മതിക്കില്ലല്ലോ. ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു ഇറാൻ ലിങ്ക്ഡ് വെസൽ കൂടി, അതായത് ഇറാൻ ബന്ധമുള്ള ഒരു കപ്പൽ കൂടി US നാവികസേന തടഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സ്വാഭാവികമായും ഹോർമൂസ് തന്നെയാണ് പോർമുഖം. അവിടെ ആദ്യഘട്ടം മുതൽ ഇറാൻ എന്ത് നിലപാട് സ്വീകരിച്ചു, അതേ നാണയത്തിൽ തന്നെ ഇപ്പോൾ അമേരിക്കയും സമാന്തരമായി അവരെ ഉപരോധിച്ചുകൊണ്ട് വലിയ പ്രതിസന്ധി തീർക്കുന്നു. ഈ പ്രതിസന്ധി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇറാനും ശുഭകരമല്ല എന്ന സാഹചര്യമുണ്ട്. കാരണം വെസലുകൾ സ്വതന്ത്രമായി സഞ്ചരിച്ചാൽ മാത്രമേ അവരുടെ സാമ്പത്തിക സ്രോതസ്സ് നിലവിൽ ഉണ്ടായിരുന്നതുപോലെ തുടരാൻ കഴിയുകയുള്ളൂ. അത് സൈനിക ആവശ്യങ്ങൾക്കൊക്കെ